ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാരു ഫ്രം ഡ്രീംലാൻഡ്. ഇന്ന് നമുക്ക് വാഴക്കായ വെച്ച് ഈസിയായ ഒരു കറി നോക്കിയാലോ. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ കറിക്ക്. വാഴക്കായ വെച്ച് നമ്മൾ പരിപ്പിൻ്റെ കൂടെ വെക്കും, പിന്നെ ചെറുപയറിൻ്റെ കൂടെ വെക്കും, പിന്നെ തൈര് ഒഴിച്ച് വെക്കും. അങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റൈലിലൊക്കെ കറി ഉണ്ടാക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു സ്റ്റൈലിലും കൂടെ നിങ്ങൾ ഈ ഒരു സ്റ്റൈലിൽ ഉണ്ടാക്കാറുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ഉണ്ടാക്കാന്ന്. ആദ്യം നമ്മൾ വാഴക്കായ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായി കഴുകി നമുക്ക് മാറ്റി വെക്കാം. പിന്നെ ഇതിനു വേണ്ടി കുറച്ച് തേങ്ങാപ്പാൽ എടുത്തു വെക്കണം. ഫസ്റ്റ് നമ്മൾ നല്ലോണം കഴുകി വെച്ച പച്ചക്കായ ഉണ്ട്, പിന്നെ കറിവേപ്പില വേണം, പിന്നെ പുളി വേണം. ഒരു ഹാഫ് നാരങ്ങയുടെ ഒക്കെ വലുപ്പത്തിലുള്ള അത്രയും പുളി വേണം. അതൊന്ന് നല്ലോണം ജ്യൂസ് എടുത്ത് വെക്കണേ. പിന്നെ തക്കാളി, ഒരു വലിയ തക്കാളി ചെറുതായി കട്ട് ചെയ്തത്, പിന്നെ ഇഞ്ചി, പിന്നെ പച്ചമുളക് ഞാൻ 2 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങിയാലോ. നമ്മൾ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രം എടുത്ത് അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കായി, ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും അതിലേക്ക് ഇടണേ. തക്കാളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ കറിവേപ്പില. കറിവേപ്പില മുഴുവനായിട്ടിട്ടില്ല, ഞാൻ പകുതി മാത്രമേ ഇട്ടിട്ടുള്ളൂ. പകുതി നമുക്ക് ലാസ്റ്റ് വറവിടുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടേബിൾ സ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കതിലേക്ക് നമ്മൾ ജ്യൂസാക്കി വെച്ച പുളിവെള്ളം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. 1/2 ഗ്ലാസ്സോ അതിൽ ഒരു 1/4 ഗ്ലാസ്സോ വെള്ളം നിങ്ങൾക്ക് ചേർക്കാം. എന്നിട്ട് നല്ലോണം മൂടി വെച്ച് ഒരു 15 മിനിറ്റ്സ് നല്ലോണം വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബാക്കിയുള്ള വർക്കൊക്കെ ചെയ്യാം. എടുക്കുന്നത് പൊന്തിച്ച് നോക്കി വെള്ളം വറ്റുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയേ. 15 മിനിറ്റ്സ് കഴിഞ്ഞ് നമുക്ക് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോക്കനട്ട് മിൽക്കും കൂടെ ചേർത്ത് ഒന്ന് നന്നായി തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളെ കറി റെഡി. വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. ഇനി നമുക്കിതിലേക്ക് വറവിടാം. വറവിടുന്നതിന് മുമ്പ് നമ്മളെ കറിയിൽ കറക്റ്റ് ഉപ്പാണോ എന്നൊക്കെ ഒന്ന് നോക്കി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാവുന്നതാണ്. വറവിടാനുള്ള പാത്രം വെച്ച് അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ചൂടായി വരുമ്പോൾ നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. അതിലേക്ക് ഒരു 2 കായ്മുളക് ചേർത്ത് പിന്നെ കറിവേപ്പിലയും ചേർത്ത് അത് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം. നല്ല സൂപ്പർ കറിയാണ്, വളരെ ഈസിയായി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്, സൂപ്പർ ടേസ്റ്റിയാണ്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നല്ലൊരു റെസിപ്പിയായി നെക്സ്റ്റ് ടൈം കാണുന്നവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.